എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി പടങ്ങൾക്ക് നിലവാരമുണ്ട്. ചിലർ വട്ടപൂജ്യം. മോഹൻലാലിന് ഉപദേശം നൽകിയും ഫാദർ ജോസഫ് പുത്തംപുരയ്ക്കൽ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തുറന്നു പറച്ചിലൂടെയും നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ഫാദർ ജോസഫ് പുത്തംപുരയ്ക്കൽ. ഇപ്പോഴിതാ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് ഫാദർ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. മോഹൻലാൽ അടുത്ത കാലത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ മമ്മൂട്ടി പടങ്ങൾ നിലവാരത്തിൽ നിന്നും താഴുന്നില്ലെന്നും ജോസഫ് പുത്തംപുരയ്ക്കൽ പറഞ്ഞു. മോഹൻലാൽ അടുത്ത കാലത്ത് നിലവാരമില്ലാത്ത പടങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ മമ്മൂട്ടി പടങ്ങളുടെ നിലവാരം ഇന്നും താഴുന്നില്ല. ഒരു നിലവാരവും ഇല്ലാത്ത പടങ്ങളാണ് മോഹൻലാൽ ചെയ്യുന്നത്. വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇത്തരം മോശം പടങ്ങളിൽ അഭിനയിക്കാൻ പോകരുത് എന്നും ജോസഫ് പുത്തംപുരയ്ക്കൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അവതാരകന്റെ മറ്റൊരു ചോദ്യം, എമ്പുരാൻ എന്ന ലാലേട്ടന്റെ വൻപൻ ചിത്രം വരുന്നുണ്ടല്ലോ, അതിന് ഫാദർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: കാണുമ്പോൾ അറിയാം, എല്ലാം ഭയങ്കരമാണെന്ന് പറയും, കാണുമ്പോൾ പലതും വട്ടപൂജ്യം. മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ഇടയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന പടങ്ങളെല്ലാം നിലവാരത്തിൽ താഴെയാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇഷ്ടപ്പെട്ട 2 ചിത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടിയുടെ തനിയാവർത്തനമെന്നും മോഹൻലാലിന്റെ കിലുക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ജോസഫ് പുത്തംപുരയ്ക്കൽ ഉപദേശവും നൽകിയാണ് ആ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിച്ചത്. മമ്മൂട്ടിക്ക് നല്ല അഭിനയമുണ്ട്. തരം താഴ്ന്ന റോളുകൾ അഭിനയിക്കരുത്. നല്ല നിലവാരത്തിൽ തന്നെ നിൽക്കണം. മോഹൻലാൽ എടുക്കുന്ന പടങ്ങളിൽ സെലക്റ്റീവ് ആകണം. പ്രതീക്ഷ നൽകിയിട്ട് വട്ടപൂജ്യം ആക്കരുത് എന്ന് ജോസഫ് പുത്തംപുരയ്ക്കൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഫാദർ നമ്മുടെ താരരാജാക്കന്മാരെ പറ്റി പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.